ഈ രാഹുൽ ഗാന്ധിയുടെ ബ്രിഗേഡിൽ ഞാനൊക്കെ പ്രതീക്ഷിച്ചത് പക്ഷേ ഡീൻ കുര്യാക്കോസ് കുറച്ചുകൂടിയൊക്കെ സജീവമായി ഈ രാഹുൽ ഗാന്ധിയുടെ ബ്രിഗേഡിനോടൊപ്പം ഉണ്ടാവുമെന്നാണ്. ആ രാഹുൽ ഗാന്ധി ബ്രിഗേഡിന് എന്താ സംഭവിച്ചത്? അല്ല, അങ്ങനെ ഒരു സംഭവം ഇല്ലല്ലോ. രാഹുൽ ഗാന്ധി ബ്രിഗേഡ് ഐ മീൻ ഒരു ചെറുപ്പക്കാരുടെ ഒരു വലിയ സംഘടന, ഒരു വലിയ പ്രതീക്ഷയൊക്കെ ആദ്യഘട്ടത്തിലുണ്ടായിരുന്നു. കുറച്ചുപേര് പോയി, ഇപ്പോൾ ബാക്കി കുറച്ചുപേര് അവശേഷിച്ചു. രാഹുൽ ഗാന്ധിയുമായിട്ട് ചേർന്ന് നിൽക്കുന്ന ആൾക്കാർ തീർച്ചയായിട്ടും എല്ലാവരും അതെ. അതിനകത്ത് ഇപ്പോൾ അങ്ങനെ ഒരു വിവേചനമില്ല, യൂത്തിന്റെ വിവേചനം ഉപയോഗിച്ച ഒരു പദം അങ്ങനെ ഒരു സംഭവം ഇല്ലെന്നാണ് ഞാൻ പറഞ്ഞത്. രാഹുൽ ബ്രിഗേഡ് എന്നൊക്കെ പറയുന്നത് അങ്ങനെ അതിലൊരു അവാസമുണ്ട്. രാഹുൽ ഗാന്ധിയോടൊപ്പമാണ് ഞങ്ങളെല്ലാവരും. അതിനകത്ത് അദ്ദേഹത്തോടൊപ്പം എന്താ പറയുക, ചങ്ക് പറിച്ച് നിൽക്കുക എന്ന് പറയുന്ന രീതിയിൽ അവസാനം വരെ ഉണ്ടാവും. അതിനകത്തൊന്നും യാതൊരു സംശയമില്ല. കാരണം കോൺഗ്രസിൻ്റെ പ്രതീക്ഷ, അതിലുപരി രാജ്യത്തിൻ്റെ പ്രതീക്ഷ രാഹുൽ ഗാന്ധിയാണ്. അതല്ലാതെ വേറെ ആരാണ് ഈ രാജ്യത്തെ മുന്നോട്ട് നയിക്കാൻ ഇന്നുവരെ? എൻ്റെ ഭാര്യ ആയുർവേദ ഡോക്ടറാണ്, തൊടുപുഴ ജില്ലാ ആശുപത്രിയിലാണ്. മൊത്തത്തിൽ തൊടുപുഴയിലെ കർഷകരുടെ ഇടയിൽ തന്നെയാണ് ഡീൻ്റെ വളർച്ചയൊക്കെ. ഞാൻ ഇടുക്കിയിലാണ് KSUവിലൂടെ കടന്നു വരുന്നത്. ഞാൻ തൊടുപുഴ ന്യൂമാൻ കോളേജിൽ പ്രീ ഡിഗ്രി, അതിനുശേഷം മൂലമറ്റം കോളേജിൽ ഡിഗ്രി, പിന്നീടാണ് ഞാൻ LLBക്ക് ട്രിവാൻഡ്രത്തേക്ക് വരുന്നത്. പിന്നീടാണ് പൊളിറ്റിക്കൽ സയൻസിലേക്ക് വരുന്നത്. അതെ, ഈ ജില്ലാ തലത്തിലുള്ള KSUവിൻ്റെ പ്രവർത്തനങ്ങളിലൂടെയാണ് ഞാൻ കടന്നു വരുന്നത്. അപ്പോൾ ആ ഒരു തലത്തിൽ ഇടുക്കിയുടെ എല്ലാ മേഖലയിലും ബന്ധപ്പെടലുണ്ട്. അതായത് ഇടുക്കി പദ്ധതിയിൽ MP എന്ന നിലയിൽ കഴിഞ്ഞ 5 വർഷം എന്താണ് സംഭാവന നൽകിയത് എന്നാണ് ഡീൻ ഈ വോട്ടർമാരോട് പറയുന്നത്. പലപ്പോഴും ഡീനെതിരെ ഞാൻ നേരത്തെ ഉന്നയിച്ചൊരു ആരോപണമായിട്ട് വരുന്നത്, ഈ ആൻറ്റി ഇൻകുംബൻസിയുടെ കണക്കിൽ സുനിൽ കനകോലു റിപ്പോർട്ട് വന്നു എന്നൊക്കെ പറഞ്ഞിട്ട് ചില പ്രചരണങ്ങളുണ്ടായിരുന്നു. ഞാൻ ആ കനകോലു റിപ്പോർട്ട് കണ്ടിട്ടില്ല. ഡീൻ കണ്ടിട്ടുണ്ട്? ഇല്ല, ഞാൻ കണ്ടിട്ടില്ല. അതൊന്നും എനിക്ക് അത്ര ഒരു ശരിയായ ഒരു വാർത്തയായിട്ട് തോന്നുന്നില്ല. അങ്ങനെ ഏതെങ്കിലും കോൺസ്റ്റിറ്റ്യുവൻസിയിൽ കനകോലി റിപ്പോർട്ട് കൊടുത്തു പോലും ഒരു സാധൂകരണോ ഇല്ലാത്തതാണ്. ഒരു മണ്ഡലത്തിൽ ഈ സിറ്റിംഗ് MP-മാർക്ക് പൊതുവെ നേരിടുന്ന ഒരു സിറ്റിംഗ് MP ആണെങ്കിൽ സ്വാഭാവികമായിട്ട് ചോദിക്കും, അയാളോട് എന്ത് ചെയ്തു എന്ന് വെറുതെ ചോദിക്കും, എന്തെങ്കിലുമൊക്കെ കാര്യങ്ങൾ ചെയ്താൽ പോലും. അങ്ങനൊരു പ്രചരണം നേരിടുന്നുണ്ടോ? അതൊക്കെ ഇപ്പം ഇടതുപക്ഷ കേന്ദ്രീകൃതമായി പല കാര്യങ്ങളും പറയും. നമുക്ക് ആ കാര്യത്തിലൊന്നും ഒരു 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 വിദ്വേഷമില്ല. കാരണം രാഷ്ട്രീയമാണല്ലോ. പക്ഷേ എൻ്റെ ആത്മവിശ്വാസം എന്ന് പറയുന്നത് കഴിഞ്ഞ 5 വർഷക്കാലം ഞാൻ ചെയ്തിട്ടുള്ള കാര്യങ്ങൾ. ഇപ്പം നമ്മൾ ഈ നിന്ന് സംസാരിക്കുന്ന ഇടുക്കി അസംബ്ലി കോൺസ്റ്റിറ്റ്യുവൻസിയാണ്. ഇപ്പോൾ ഈ കടന്നു പോകുന്നത് അടിമാലി കുമളി ദേശീയപാതയാണ്. ഇത് 18 മീറ്റർ വീതിയാക്കി വികസിപ്പിക്കാൻ പോവുകയാണ്. 3 ക്യാപിറ്റൽ നോട്ടിഫിക്കേഷൻ വന്നു. അതിൻ്റെ ഭൂമി ഏറ്റെടുക്കലുമായി ബന്ധപ്പെട്ട് പണം അനുവദിച്ചിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ മോഡിഫൈഡ് അലൈൻമെൻറ്റ് ഉൾപ്പെടെ ഈ ആഴ്ച അപ്രൂവലാവും. അപ്പോൾ അടിമാലി, ചെറുതോണി, കട്ടപ്പന, അതിനപ്പുറത്ത് വണ്ടിപ്പെരിയാർ, അത് NH 183-ലുള്ളതാണ്. മുണ്ടക്കയം കുമളി ദേശീയപാതയുടെ ഭാഗമാണ്. അതും 18 മീറ്റർ വീതിയാക്കി വികസിപ്പിക്കാൻ പോകുന്നു. ഈ മുമ്പ് പറഞ്ഞ ഈ ടൗണുകളിലെല്ലാം ബൈപ്പാസ് വരാൻ പോകുന്നു. നേര്യമംഗലത്ത് പുതിയ പാലം, അതിൻ്റെ നിർമ്മാണം പുരോഗമിച്ചുകൊണ്ടിരിക്കുന്നു. നിങ്ങൾക്ക് ഈ 5 വർഷം ലോക്സഭ MP കിട്ടിയെങ്കിലും 2 വർഷം കോവിഡ് അങ്ങുള്ളൂ. അതാണ് ശരിക്കും 3 വർഷമേ പ്രവർത്തിക്കാൻ പറ്റിയിട്ടുള്ളൂ. തീർച്ചയായിട്ടും 3 വർഷം എന്ന് പറയുന്നതിൽ ആദ്യത്തെ ഒരു കൊല്ലം അപ്പുറം പോയി. അപ്പോൾ ഈ 3 വർഷം പ്രവർത്തിക്കാൻ കഴിഞ്ഞതിൽ പരമാവധി ശ്രമിച്ചിട്ടുണ്ട്. അതിൻ്റെ ഫലം ഇനിയിപ്പോൾ അനുഭവിച്ച് തുടങ്ങാൻ പോകുന്നു. നിരവധിയായ പദ്ധതികൾ. ഇപ്പോൾ ഈ നമ്മൾ കട്ടപ്പനയിൽ ESIയുടെ 100 ബെഡ് ആശുപത്രി അനുവദിപ്പിച്ചു. കേരളത്തിലാകെ ഒരെണ്ണമുള്ളൂ, അത് കട്ടപ്പനയിലാണ്. അപ്പോൾ അതിൻ്റെ പുതിയതായിട്ട് അനുവദിച്ചു. കഴിഞ്ഞ ഡയറക്ടർ ബോർഡ് യോഗത്തിൽ അതിൻ്റെ സ്ഥലമെടുപ്പിന് വേണ്ടിയിട്ടുള്ള അനുമതി കൂടി കൊടുത്തിട്ടുണ്ട്. കട്ടപ്പന മുനിസിപ്പാലിറ്റിയിൽ അതിൻ്റെ നിർമ്മാണം ആരംഭിക്കും. ഏതായാലും ഒരു കാര്യത്തിൽ ഞാൻ ഉറപ്പ് തരാം, നിരവധി പദ്ധതികൾ. ഇപ്പം ഇവിടെ ഇതിൻ്റെ തൊട്ടപ്പുറം ഇപ്പോൾ ചെറുതോണി പാലം നമ്മൾ പണി പൂർത്തീകരിച്ച് അതിൻ്റെ ഉദ്ഘാടനവും കഴിഞ്ഞു. 2020 ഒക്ടോബർ മാസത്തിലാണ് നിർമ്മാണ ഉദ്ഘാടനം നടത്തിയത്. അപ്പോൾ അതിൻ്റെ പണി പൂർത്തീകരിച്ച് കഴിഞ്ഞിരിക്കുന്നു. അതിന് അപ്പുറത്ത് CRIF പദ്ധതിയിൽ ഉൾക്കൊള്ളിച്ചുകൊണ്ട് തന്നെ സേതുബന്ധൻ പാലം, തടിയമ്പാട് മരിയാപുരം പാലം 240 മീറ്റർ നീളമുള്ള ഈ ജില്ലയിലെ തന്നെ ഏറ്റവും ദൈർഘ്യമേറിയ പാലമാണ്. ആ പാലത്തിന് കേന്ദ്ര സർക്കാരിൻ്റെ അനുമതി ലഭിച്ചു. 32 കോടി രൂപയുടെ പ്രൊജക്റ്റ് സംസ്ഥാന ഗവൺമെൻറ്റാണ് ഏശു കൊടുക്കേണ്ടത്. 3 മാസമായിട്ടത് ധനകാര്യമന്ത്രിയുടെ ഓഫീസിൽ വിശ്രമിക്കുകയാണ് ആ ഫയൽ. അതിന് ഉത്തരവാദി ഞാനല്ല. അപ്പോൾ നിരവധി പദ്ധതികൾ നമുക്കിവിടെ കൊണ്ടുവരാൻ സാധിച്ചിട്ടുണ്ട്. തൊടുപുഴയിൽ 2ാമത് കേന്ദ്രീയ വിദ്യാലയം, അത് ചലഞ്ച് മെത്തേഡിലാണ് കേന്ദ്ര സർക്കാർ പ്രഖ്യാപിക്കുന്നത്. അപ്പോൾ സ്ഥലമെടുപ്പ് നടപടി പൂർത്തീകരിച്ചു, പകരം കെട്ടിടം വിട്ടു നൽകി, ഇനി അന്തിമ അനുമതിക്ക് വേണ്ടി കാത്തു നിൽക്കുകയാണ്. അപ്പം ആ ഒരു സ്റ്റേജിലേക്ക് ആ പദ്ധതി എത്തിക്കുന്നു. കേന്ദ്രീയ വിദ്യാലയം, ESI ഹോസ്പിറ്റൽ, വിവിധ റോഡുകളുടെ വികസന പ്രവർത്തനങ്ങൾ, റോഡുകളുടെ വീതി കൂട്ടൽ അടക്കമുള്ള കാര്യങ്ങളൊക്കെ ഊർജിതമായി നടന്നു വരുന്നു. അതോടൊപ്പം തന്നെ ഇപ്പം ആദിവാസി മേഖല, നമ്മുടെ ജില്ല ഏറ്റവും കൂടുതൽ ഈ ആദിവാസി സഹോദരങ്ങൾ താമസിക്കുന്ന പ്രദേശമാണല്ലോ. അപ്പോൾ 90 മൊബൈൽ ടവറുകളാണ് BSNLൻ്റെ ഭാഗത്ത് നിന്ന് നമുക്ക് അനുവദിപ്പിക്കാൻ കഴിഞ്ഞിട്ടുള്ളത്. അതെല്ലാം മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്.
അപ്പോൾ ഒരു 2024 ജൂൺ മാസം 30 ഇടുക്കി പാർലമെൻറ്റ് നിയോജക മണ്ഡലം സമ്പൂർണ്ണമായ കണക്ടിവിറ്റിയുള്ള പ്രദേശമായി സമ്പൂർണ്ണ കണക്ടിവിറ്റി ആയിട്ട് മാറും, ആദിവാസി മേഖലകളിലടക്കം. വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്.